ഇന്ന് നമ്മൾ പോകുന്നത് എടക്കൽ കേവിലോട്ടാണ്. അമ്മയും ഞാൻ ഒരുപോലെ എക്സൈറ്റഡ് ആയിട്ടിരുന്ന സ്ഥലമാണ് എടക്കൽ ഗുഹ. ഹിൽസിൽ കയറിയിട്ട് കാലൊക്കെ ഇതായിട്ടിരിക്കും. വീണ്ടും കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ചീങ്ങേരിമല കയറിയതിൻ്റെ ക്ഷീണം നല്ലപോലെ ഉണ്ടായിരുന്നു. എന്നാലും വയനാട് വന്നിട്ട് എടക്കൽ ഗുഹ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും കയറാൻ തന്നെ തീരുമാനിച്ചു. പതിയെ കയറി. ശ്രുതിയും ശ്രേയക്കുട്ടിയും ആദ്യമേ പോയി. പിന്നെ കുരങ്ങന്മാരുടെ ഒരു ബഹളം തന്നെയായിരുന്നു അവിടെ. അതൊരു ഭക്ഷണം എടുത്ത് കഴിക്കുന്നതൊക്കെ കാണാൻ നല്ലൊരു കൗതുകം ഉണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ നിറയെ ആളുണ്ട്, വേറെ കുറേ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. മുകളിലോട്ട് കയറുമ്പോൾ കല്ല് തന്നെയായിരുന്നു. അതിങ്ങനെ പതിയെ നമ്മൾ കയറിപ്പോയി. ശ്രുതിയും മറ്റേ ശ്രേയക്കുട്ടിയും മുൻപേ പോയതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ പടിയും പതിയെ ആസ്വദിച്ചൊക്കെ കയറി. താഴത്തേക്ക് നോക്കുമ്പോഴാണ് ഇത്രയും പ്രയാസപ്പെട്ടാണ് കയറി വരുന്നതെന്ന് നമുക്ക് തോന്നുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു കയറിപ്പോകാനായിട്ട്. അവിടെ ഒരാൾക്ക് വീതമേ കയറാൻ പറ്റുള്ളായിരുന്നു. അവിടെ കുറേ നേരം അവിടെ തങ്ങി നിൽക്കേണ്ടി വന്നു. ഒരു ചേച്ചിക്ക് കയറാൻ പ്രയാസം ഉണ്ടായിരുന്നത് കൊണ്ട്. അതിൻ്റെ മുകളിൽ ആണ് കയറാൻ പ്രയാസമുള്ളൊരു സ്ഥലം. ചുറ്റിനും പാറക്കൂട്ടങ്ങളാണ്, എവിടെ നോക്കിയാലും പാറ. ഇത്രയും പാറയുടെ മുകളിലേക്ക് ഈ പഴയ കാലത്ത് മനുഷ്യർ എങ്ങനെ കയറിപ്പോയെന്നോ അതിശയം തോന്നുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ചെറിയൊരു ഗുഹ പോലൊരു സ്ഥലത്ത് എത്തിയപ്പം വിചാരിച്ച് ഇതായിരിക്കും എടക്കൽ ഗുഹയെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇനിയും മുകളിലോട്ട് കയറാൻ കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും അവിടെ വേറെ കമ്പിയൊക്കെ വെച്ച സ്റ്റെപ്പുകളായിരുന്നു, അതും കയറി മുകളിലെത്തി. അപ്പോൾ ഇനി എത്തിക്കാണുമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ പിന്നെയും മുകളിലോട്ട് കയറാൻ കിടക്കുന്നു. പിന്നെയും സ്റ്റെപ്പ്. ഇടയ്ക്ക് നമ്മൾ കുഴഞ്ഞു പോകും, എന്നാലും കയറാൻ കാണാനുള്ളൊരാകാംക്ഷ, ഈ ഗുഹയ്ക്ക് ഉള്ളിലെത്തി ഒന്ന് കാണാനുള്ളൊരാകാംക്ഷയിൽ അങ്ങ് കയറി പോകുമായിരുന്നു. അവിടെയും അപ്പോൾ ഞങ്ങൾ കുറേ സ്റ്റെപ്പ് കയറി. ഇനി സ്റ്റെപ്പ് താഴത്തോട്ടുണ്ട്, നേരത്തെ മുകളിലോട്ടാണ്. ഇപ്പോൾ ഗുഹയിനകത്തോട്ട് പോകുമ്പോൾ വേണം. അങ്ങനെ ഞങ്ങൾ പടികൾ ഇറങ്ങി താഴെ എത്തിയപ്പോഴാണ് കാണുന്നത് ഇതാണ് എടക്കൽ ഗുഹ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് പഴയ ലിപികൾ, പഴയ കാലത്ത് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ശരിക്കും ഇത് ഗുഹയല്ല, രണ്ട് വലിയ പാറകൾ തെന്നി മാറിയിട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിലൊരു വലിയ കല്ലിരിപ്പുണ്ട്. അങ്ങനെ ഇടയ്ക്കൊരു കല്ലിരുന്നത് കൊണ്ടാണ് ഇതിന് എടക്കൽ ഗുഹ എന്ന് പേര് വന്നത്. ഈ കാണുന്നതാണ് ഡ്രൈനേജാണ്. ഈ ഗുഹയ്ക്കുള്ളിൽ എന്തുമാത്രം വെള്ളം വന്ന് വീണാലും അതെല്ലാം ഈ വിടവിലൂടെ താഴേക്ക് പോകും. അതുകൊണ്ട് ഈ ഗുഹയ്ക്കകത്ത് വെള്ളം നിൽക്കത്തില്ല. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആൾ അവിടെ നിന്ന് ഞങ്ങളിവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് വേറെ ആൾ ഫോട്ടോ എടുക്കാനല്ല, ശരിക്കും അതിനെ ഉള്ളിലേക്കായിരുന്നു നോക്കാണ്ടത്. പക്ഷേ ശരിക്കും ഇത് ഡ്രൈനേജ് ആണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നേ എന്താണ് സംഗതിയെന്ന്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ആൾ നിന്ന് പറഞ്ഞു തന്നപ്പോഴാണ്, പിന്നെ അവിടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ശ്രേയയുടെ. അത് കഴിഞ്ഞ് അവിടെ ഒരാൾ നിന്ന് വിശദീകരിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് ഡ്രൈനേജാണ്, ഇങ്ങനെ ഇതിനകത്ത് വെള്ളം നിൽക്കത്തില്ല എന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലായത്. പുള്ളി കുറച്ച് പറഞ്ഞ് തീരാറായപ്പോഴാണ് ഞങ്ങൾ വന്നത്. പിന്നെ ശ്രുതി അവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇതൊരു ഗോത്ര രാജാവാണ്. അയാളുടെ തന്നെ ബാക്കായിട്ട് ഇതൊരാളുടെ മുഖമാണ്. അതിന് മുകളിലൊരു അമ്മയും കൊച്ചും അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ആനയുണ്ട്. ഇതൊരു ആനയാ. പിന്നെ അവിടെ സൂര്യൻ്റെ പടം. അതിന് മുകളിലൊരു പക്ഷി പറക്കുന്നതായിട്ടുണ്ട്. അത് പക്ഷി പറക്കുന്നൊന്നും ഞാൻ കണ്ടില്ല, സൂര്യനെ കണ്ടില്ല, റൗണ്ട് കണ്ട അത്. പിന്നെ അത് അവിടെ ഒരു ഉന്തുവണ്ടിയുടെ പടമുണ്ട്, ആ ലാഡർ. ഇതൊക്കെ 8000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു. അവർ ഈ കല്ലുകളാണ് ഇതൊക്കെയാണ് ഓരോ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുന്നതും ബാക്കിയുള്ളവരെ അറിയിക്കും. അവരുടെ രാജാവായിരുന്നായിരിക്കും അല്ലേ ഗോത്രം. ഇതുണ്ടോ അവിടെ കല്ലിൽ പിന്നെ കുറെ ലിപികൾ ഒത്തിച്ചിട്ടുണ്ട്. അതായത് കുറെ അപ്പോൾ കുറെ പുലികളെ കൊന്നിരുന്ന ഒരു രാജാവ് ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കും. ആ സൈഡിലായിട്ട് എഴുതി വെച്ചു. അതും ഒരു ഗോത്ര രാജാവാണ്, അതൊരു രാജാവിൻ്റെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇനി നമ്മൾ തിരിച്ചിറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് മുകളിലേക്ക് കയറാനൊക്കെ പറ്റും, പക്ഷേ അവിടെ മുകളിലേക്കുള്ള ട്രക്കിങ് നിരോധിച്ചിരിക്കുന്നതെന്നൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പതിയെ താഴത്തേക്ക് ഇറങ്ങി. കയറിയതുപോലെ തന്നെ ശ്രുതിയും ശ്രേയക്കുട്ടിയും കൂടി ആദ്യം തന്നെ താഴേക്ക് ഇറങ്ങി. പിന്നെ ഞാൻ
പുറകെ പതിയെ ഇറങ്ങി. അതിലും പുറകെയായിരുന്നു റീനാമ്മയും അരുൺകുട്ടനും കൂടി. അവരെ കണ്ട് ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവർ കയറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും പേടി വരും. ഇത്രയും താഴത്തേക്ക് ഇറങ്ങാനുള്ള പടികൾ വേറെ ആയിരുന്നു, ഇതിൻ്റെ പടികളായിരുന്നു. ഈ പടികളൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഇതൊക്കെ വെക്കുന്നതിന് മുമ്പ് എങ്ങനെ ഇത്രയും മലയുടെ മുകളിലേക്ക് ഈ പാറക്കെട്ടുകളൊക്കെ ചവിട്ടി ഇതെങ്ങനെ അവർ മുകളിലെത്തുമായിരുന്നു കാണും. ചിലപ്പോൾ വള്ളിയിലൊക്കെ തൂങ്ങി അല്ലെങ്കിൽ അള്ളിപ്പിടിച്ചൊക്കെ കയറുമായിരുന്നായിരിക്കും. ഇത് നമുക്ക് ഈ പടികളുണ്ടായിട്ട് തന്നെ ഇറങ്ങാൻ ഇത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഈ പാറക്കെട്ടിനിടയ്ക്കൂടെയൊക്കെ ഇത്രയും മുകളിൽ അവർ പോയിരുന്നത് ആലോചിക്കുമ്പോൾ തന്നെ അതിശയം തോന്നുമായിരുന്നു. ചെറിയ ചെറിയ വിടവിലൂടെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഇത് പണിയാൻ തന്നെ ഈ മനുഷ്യരെങ്ങനെ ഇതിൻ്റെ മുകളിലെത്തിയെന്ന് തോന്നിപ്പോകുമായിരുന്നു. ചുറ്റിനും കാടും പാറയും എല്ലാം തന്നെ. ഒരു വശത്ത് നമ്മൾ കയറിപ്പോയ വഴി പകുതി എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയ വഴിയും കാണാമായിരുന്നു. പിന്നെ ഇങ്ങനെ ധൃതിയൊന്നും വെച്ചില്ല, ഞങ്ങൾ പതിയെ നിന്നും ഒക്കെയാണ് ഇറങ്ങി താഴെ എത്തിയത്. പിന്നെ വഴിനീള കുരങ്ങന്മാരുടെ ബഹളമായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിളിയെല്ലാം പോയി. അപ്പം നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. നമുക്ക് പണ്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ പറ്റും. അവിടെ ഒരു ഗൈഡ് പോലെ ഒരു ആളുണ്ട്. അപ്പം പുള്ളി നമുക്ക് പറഞ്ഞു തരും എന്താണ് ആ ലിപിയും കാര്യങ്ങളൊക്കെ. കയറ്റവും ഇറക്കവും കുറച്ച് പാടാണെങ്കിലും ഞങ്ങൾ പോയി. രസമാണ് കാണാൻ. അപ്പം അത് ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. പിന്നൊരു ഫാമിലി ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോസ് ചെയ്ത് തന്ന്. അച്ഛനും അമ്മയും കുഞ്ഞുമാണെന്ന് തോന്നുന്നു. ഒരാൾ മാറി പിണങ്ങിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇതേ ഇയാൾ ഒരു സ്പ്രൈറ്റ് കുടിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആഹാരങ്ങളൊക്കെ ഇവർ തട്ടിപ്പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം.